ഡിയർ ഫ്രണ്ട്സ്, സിംബാബ്വേയിൽ വന്നിട്ട് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ആദ്യത്തെ ദിവസം വളരെ ക്ഷീണമായിട്ട് ഉറങ്ങി, ഈവനിങ്ങാണ് എത്തിയത് ഇന്നലെ. അതിനുശേഷം രണ്ടാമത്തെ ദിവസം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ വിക്ടോറിയ വാട്ടർഫാൾ കാണാനുള്ള യാത്രയിലാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അങ്ങനെ വിക്ടോറിയ വാട്ടർഫാളിലേക്ക് എൻ്റർ ആവണ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മാർബിളിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, വെൽക്കം ടു വിക്ടോറിയ വാട്ടർഫാൾ സിംബാബ്വെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവിടെ രണ്ട് കൊടി കാണാം, ഒന്ന് സിംബാബ്വേയുടെയും ഒന്ന് വിക്ടോറിയ വാട്ടർഫാളിൻ്റെയും ഫ്ലാഗാണ് കാണുന്നത്. ഈ വിക്ടോറിയ വാട്ടർഫാളിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പാർക്ക് പോലെയാണ്. പാർക്കും അതുപോലെ തന്നെ അതിനോട് ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങൾ, ഫോറസ്റ്റ് പോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഉള്ളിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ കയറുമ്പോൾ തന്നെ അതേ ഒരു ഗൈഡ് കുറേ വെള്ളക്കാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെയർ വെച്ചിട്ടുണ്ട് കേട്ടോ, 3-4 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു ചെയറുകളുണ്ട്. അപ്പോൾ അവൻ്റെ ബാഗാണ് ഞാൻ അവിടെ വെച്ചേക്കുന്നത്. അവിടെ ആരും ഇരിക്കാത്തവരാണ് ഞാൻ തൽക്കാലം എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചത്. പിന്നെ നേരെ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ എൻട്രൻസ് കണ്ടില്ലേ, എൻട്രൻസ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, പുല്ല് മേഞ്ഞ ടൈപ്പിൽ. നല്ല നല്ല അടിപൊളി കാഴ്ച ഉണ്ടാ കാണുന്നത്, നല്ലൊരു ഭംഗി. നമുക്കൊരു കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, വിക്ടോറിയ വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു കട കാണാം നമുക്ക്. കട അല്ല, ഇങ്ങനെ 3-4 ഫ്രിഡ്ജ് പോലെ വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ കോള ഐറ്റംസുകളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്കത് വാങ്ങാം, ഉള്ളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയാലോ. അപ്പോൾ ഉള്ളിലേക്ക് പോവാം നമുക്ക്. ഇവിടെ ബാറ്ററിയുടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് 2 നല്ല അടിപൊളി സൈക്കിൾ കേട്ടോ, കണ്ടില്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം ഇവിടെ കേട്ടോ. സൈക്കിളിൽ വേണമെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങാം, നടന്ന് വേണമെങ്കിൽ ഇറങ്ങാം. ഒരുപാട് ദൂരമുണ്ട് പോകാനായിട്ട്. അപ്പോൾ നടക്കാൻ മടിയന്മാരൊക്കെ വേണമെങ്കിൽ സൈക്കിൾ എടുത്തോട്ടോ. എന്നാൽ നമ്മൾ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് $50 കേട്ടോ, $US ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ റെൻറ്റിന് എടുക്കണമെങ്കിൽ എടുക്കാം, നടക്കാൻ മടിയുള്ളവർക്ക്. പക്ഷെ നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ബോർഡ് കാണാം നമുക്ക്. വിക്ടോറിയ നാഷണൽ പാർക്കിൻ്റെ പരസ്യം ചെയ്യുന്ന ഒരു ബോർഡാണ് കാണുന്നത്. നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ബോർഡും കൂടി. അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് നല്ല പാർക്ക് പോലെയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത്, കണ്ടില്ലേ. നല്ല പച്ചപ്പ്, നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി കാഴ്ച. നല്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ, പാർക്ക് പോലെ. പിന്നെ നേരെ കയറി ചെല്ലണം. നോക്കിയേ എവിടെ കാണുന്നു, ഇവിടെ നോക്കിയേ ഒരുപാട് ആനയുടെ തലോട്ടിട്ടാ. ഇവിടെ ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഗൈഡ്, ആ കമ്പനിയാണ് നമ്മൾ പോണ ആളുണ്ട്, നമ്മളെ ടൂർ ഗൈഡ് ഉണ്ടാവുക. അത് ഇത് ആനയുടെ തലോട്ടിയാണ്, കണ്ടില്ലേ, ആനയുടെ തലോട്ടി. എന്താ അല്ലേ. അപ്പോൾ ഇവിടെ പല ഡിഫറെൻറ്റ് മൃഗങ്ങളൊക്കെ തലോട്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും എത്ര വർഷം പഴക്കമുള്ളതൊക്കെ ഇന്ന് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ. വഴി നോക്കിയേ എന്ത് ഭംഗിയാണ് നോക്കിയേ, കണ്ട. മരം കൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കി, ബെഞ്ചല്ല മരം തന്നെ, ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് വാട്ടർഫാൾ കേട്ടോ. ഒച്ച കേൾക്കുന്നില്ലേ നിങ്ങൾ? നോക്കിയാൽ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് കണ്ട, എന്ത് ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണാനും വഴിയൊക്കെ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷുകാരാണ് വരുന്നത്, അവർ ടൂർ ഗൈഡ് എടുക്കുന്നുണ്ട്. ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടുക ഇവിടെയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ താഴെ പോകണം. ഒരു പോയിൻ്റ് ഇത് ആളുകളൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് എന്താ മോനെ ലുക്ക്. ഒരു ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് അത്ര ഭംഗിക്ക് കിട്ടുമെന്ന് അറിയില്ല എനിക്ക്, പക്ഷെ കണ്ണുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴുണ്ടല്ലോ ഇതൊരു സംഭവം തന്നെ കേട്ടോ. കണ്ണുകൊണ്ടേ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോഴും ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിന്റിലാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് നീണ്ട്, ഇത് അവിടെ കണ്ടില്ലേ ആ ഒരു ഏരിയ കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ട് നീണ്ട് കിടക്കുകയാണ് ഈ വിക്ടോറിയ വാട്ടർഫാൾ. വെള്ളം വരുന്ന ഏരിയ ഭയങ്കര നീളത്തിലാണ്. നമുക്ക് ഓരോരോ പോയിന്റിൽ പോയിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മളിപ്പോൾ നടന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണം. സ്റ്റെപ്പ് ഇറങ്ങി അവിടെ ആളുകൾ നിൽക്കണണ്ടില്ലേ, അവിടെ ലാസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റിൽ ലാസ്റ്റ് എൻഡ് കേട്ടോ. ലാസ്റ്റ് പോയിൻ്റ് അല്ല, ഫസ്റ്റ് പോയിന്റിൽ എൻഡ് അവിടെയാണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് കയറിയിട്ട് അടുത്ത പോയിന്റിലേക്ക് അങ്ങനെ പോകണം.
4-5 പോയിന്റ് ഉണ്ട് നമുക്ക് കാണാനായിട്ട്. ഇവിടെ വേറെ അപ്പുറത്ത് താഴത്ത് കണ്ടോ ഭയങ്കര ഫോഴ്സിൽ അപ്പുറത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അടുത്ത പോയിന്റിൽ പോകണമെന്നുണ്ട്. കണ്ടില്ല അവിടെ വീഴുന്നുണ്ട് വെള്ളം. താഴെ ഫോഴ്സിൽ നല്ല ഫോഴ്സിൽ വീഴുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ തെറിക്കുന്നത്. അതിൻ്റെ വെള്ളമല്ല, ഇവിടുത്തെ വെള്ളമാണ് വരുന്നത്. കണ്ടില്ലേ ഒരുപാട് വെള്ളം ഇങ്ങനെ. കണ്ടില്ലേ അടിപൊളിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് കാണേണ്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ കെനിയയിലെ മസൈ മാറ, ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അവിടെ വെള്ളച്ചാട്ടത്തിന്റെ പാർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ക്യാമറ വീഴുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ക്ലിയർ ആയിട്ട് കാണില്ലേ നിങ്ങള്? അങ്ങനെ നമ്മ ഈ പോയിന്റ് കണ്ടിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാട്ടാ. അടുത്ത പോയിന്റിലേക്ക് അയ്യോ. പിന്നൊരു കാര്യം, നടക്കാൻ മടിയുള്ളവർ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. നടക്കാൻ മടിയുള്ളവർ ഇങ്ങോട്ട് വരണ്ട. ഇനിയിപ്പോൾ നടക്കാൻ മടി ഉണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്താൽ മതി. ടൂറിന് വരുന്നതിന് മുന്നേ 2 ദിവസം ഓടാൻ പോവാം. അതിന് ശേഷം വന്നാൽ മതി ഇങ്ങോട്ട്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മനസ്സ് അടിപൊളിയാണ്. കാരണം വെച്ചാൽ നല്ല തണുത്ത ക്ലൈമറ്റ്, ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല കൂള്. അതുമാത്രമല്ല ഇവിടുത്തെ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. സേഫായിട്ടുള്ള ഫോറസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ പേടി ഉണ്ടാവില്ലേ, പുലി വരുമോ ആന വരുമോ, അങ്ങനെ ഒന്നും പേടിക്കണ്ട. ഇവിടെ ഫുള്ള് ഇത് ബൗണ്ടറി ചുറ്റപ്പെട്ടതാണ്. ഇതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളൊന്നുമില്ല, മനുഷ്യന്മാർക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കണതാണ്. വിക്ടോറിയ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് ഈ ഫോറസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളി ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൽ കൂടെ ധൈര്യമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ നമുക്ക് നടക്കാം. ഞാൻ നല്ലപോലെ കിതക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ ബാക്കിൽ നല്ല ഹെവി ബാഗുണ്ട്. അതിൽ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെയാണ്. വെള്ളം ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. കാരണം ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഉള്ളിൽ. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് നല്ല ദാഹവും വിശപ്പൊക്കെ വരും. അപ്പോൾ പോയിട്ട് അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്, ഓരോരോ പോയിന്റ്. എന്താ പറയാമെന്നറിയില്ല എനിക്ക്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നിങ്ങൾ ലൈഫിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് കണ്ടതിന് ശേഷം ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റാച്ചു. ഇയാളാണ് ഡേവിഡ്. ഇയാളാണ് വിക്ടോറിയ വാട്ടർഫാൾ കണ്ടുപിടിച്ചിട്ടാ. ഇയാളൊരു യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഒരാളാണ്. 1865 പുറം ലോകത്തിന് ഇയാൾ വിളിച്ചു പറഞ്ഞത് സിംബാബ്വേയിൽ ഇത്ര വലിയ വാട്ടർഫാൾ ഉണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നു. കണ്ട ഇവിടെ ഒരു പാർക്ക് പോലെ. ആ കാണുന്നത് സെക്കൻഡ് പോയിൻ്റാണ്. നമുക്ക് അവിടെ നിന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാച്ചു, അത് കഴിഞ്ഞിട്ട് നേരെ സെക്കൻഡ് പോയിന്റിലേക്ക് പോകും നമ്മൾ. കണ്ട അതാണ് സെക്കൻഡ് പോയിന്റ്. അവിടെ ഇരിക്കാനൊക്കെ ഒരു ബെഞ്ച് പോലെ ഉണ്ട് കേട്ടോ. ആ ഏരിയയിൽ ബെഞ്ചല്ല, നേരത്തെ ഞാൻ കാണിച്ചില്ല, ഇങ്ങനെ മരം കൊണ്ട് ഇങ്ങനെ 2 മരം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭാഗത്ത്. ജസ്റ്റ് റിലാക്സ് ചെയ്യണമെങ്കിലൊക്കെ റിലാക്സ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് നമുക്ക് അങ്ങോട്ട് പോകാം, സെക്കൻഡ് പോയിന്റിലേക്ക്. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റാച്ചു കണ്ട് അതിനുശേഷം സെക്കൻഡ് പോയിന്റിലേക്ക് എത്തണ്ട. നമ്മൾ അപ്പോൾ നേരത്തെ ഫസ്റ്റ് പോയിന്റിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വേറെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അത് ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്ത പോയിന്റ്. വളരെ ശക്തിയായിട്ട് വെള്ളം വരുന്നു. കണ്ടില്ലേ? ഇത് നേരെ താഴത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് കാണാം ഈ വാട്ടർഫോള്. കണ്ടില്ലേ? ഈ വെള്ളം നേരെ ചെന്നിട്ട് നേരെ അവിടെ താഴ്ത്ത് വീഴുമ്പോൾ ആ വെള്ളമാണ് നമുക്ക് അപ്പുറത്തെ പോയിന്റിൽ നിന്നിട്ട് ക്യാമറയിൽ അടിച്ചിരുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിന്നിട്ട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യണ്, ഫോട്ടോ എടുക്കണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് പോയിന്റിൽ കണ്ടില്ലേ ശക്തമായിട്ടുള്ള ആ പോയിന്റില്ല, ആ നേരെ കാണുന്ന വെള്ള കളറ് അവിടെ നിന്ന് അങ്ങോട്ട് വളരെ നീളം കൂടിയ ഒരു സ്ഥലമാണ്. നീളം കൂടിയെന്ന് പറഞ്ഞാൽ മല ഇങ്ങനെ പൊളിഞ്ഞിട്ട് 2 സൈഡും. ഈ ഇപ്പുറത്തെ കാണുന്നത് സിംബാബ്വെ, അപ്പുറത്ത് കാണുന്നത് സാംബിയ. 2 രാജ്യത്തും കൂടിയിട്ടാണ് ഇത് കിടക്കണത് കേട്ടോ ഈ വാട്ടർഫോൾ. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ 2 രാജ്യത്തേക്കുള്ള വിസ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ വേറൊരു പോയിന്റും കൂടി ഉണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സ്ഥലത്ത് തന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ കേട്ടോ. ഞാൻ കയറി വരുമ്പോൾ വേറൊരു പോയിന്റ് സ്റ്റെപ്പ് വഴി നിങ്ങൾക്ക് കാണിച്ച്, പക്ഷെ അതല്ല, അതിന് മുന്നായിട്ട് ഇതുണ്ട്. നമ്മൾ ഈ പോയിന്റ് കണ്ടില്ല. ഇത് വേറൊരു പോയിന്റാണ്.
പോയിന്റ് നമ്പർ 4 കേട്ടോ. ഓരോ പോയിന്റിനും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ എത്രാമത്തെ പോയിന്റ് എന്നൊക്കെ ഉള്ളത്, കണ്ടില്ലേ? അടിപൊളി. ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ ക്യാമറയിൽ വീഴുന്നുണ്ട്. അടിപൊളി, കണ്ടില്ലേ? വെള്ളം വന്ന് താഴത്തിന് വെള്ളം ഇങ്ങനെ ശക്തമായിട്ട് ക്യാമറയിൽ അടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാൽ വെള്ളത്തിൽ കുളിക്കാനോ അതിനൊന്നും നിൽക്കരുത്. കുളിക്കേണ്ട ഏരിയ ഗൈഡ് പറയും, അപ്പോൾ ആ ഏരിയയിൽ മാത്രം പോയിട്ട് കുളിക്കുക. അല്ലാത്ത ഏരിയയിൽ നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. വിക്ടോറിയ പ്ലസ് ബോസ്ട്വാന, സാംബിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ കറങ്ങാൻ പോകാൻ ആഗ്രഹമുള്ളവർ, ടൂർ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ താഴെ നമ്പറിൽ വിളിച്ചോ. നമ്മൾ ദുബായിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡിപ്പാച്ചർ ഉണ്ടാവുക. 2 ഫ്ലൈറ്റാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണത്. ഒന്ന് ഇത്തോപ്യൻ എയർലൈൻസും 2 കെനിയ എയർവേസ് വഴിയും ഇവിടെ വരാം. വിക്ടോറിയ വാട്ടർഫോളിൽ എയർപോർട്ടിലാണ് അറൈവലാവുക. അവിടെ നിന്ന് തന്നെ ഡിപ്പാച്ചർ നിങ്ങൾ, അതായത് 3 രാജ്യത്ത് ക്ലബ് ചെയ്തിട്ടുള്ള ടൂർ ആയിരിക്കും. അതൊരു 10 ദിവസത്തെ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു 12 ദിവസത്തെ ട്രിപ്പ്, ആ ലെവലിലൊക്കെ നമ്മൾ ട്രിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല കോൺക്രീറ്റിൻ്റെ നടപ്പാതെ ഉണ്ടാ. അതുകൊണ്ട് നമുക്ക് ഷൂമേ ഒന്നും ചെളിയൊന്നും ആവില്ല, ധൈര്യമായിട്ട് നടന്നു പോവാം. ഇനി കാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ മണ്ണാണ്, പക്ഷേ അത്ര ചെളിയൊന്നുമല്ല. നമ്മളെ നാട്ടിലെ മണ്ണ് പോലെ തന്നെ ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണ് കേട്ടോ. ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ടത്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കണ്ടില്ല, നല്ല ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സംഭവമാണ് ഇവിടെ കാണുന്നത്. കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട്, ഇറങ്ങി ഒന്ന് നീരാടാൻ. പക്ഷേ നമ്മ ഡേഞ്ചറുള്ള ഏരിയയിൽ ഒരിക്കലും ഇറങ്ങരുത്. വലിയൊരു മരം കണ്ടിട്ടോ ഞാൻ, മൃഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ധൈര്യത്തിൽ ഞാൻ കാട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ വലിയൊരു മരം, വലിയെന്ന് പറഞ്ഞാൽ നമ്മളെ അടിയിലെ പോർഷൻ ഭയങ്കര തടിയായിട്ട് കാണുന്നു, കണ്ടാ, ഭയങ്കര വണ്ണം. മേലേക്ക് പോകുമ്പോൾ ചെറുതായിട്ട് പോയി, കണ്ടാ. ഓക്കെ, പേടിക്കാണ്ട് കാടിൻ്റെ ഉള്ളിൽ വിലസി നടക്കാം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. ആരെയും പേടിക്കണ്ട. ഇതാ 3ാമത്തെ പോയിന്റ്. ഇത് അടിപൊളി പോയിന്റ് കേട്ടാ, 3ാമത്തെ പോയിന്റ്. എടാ, പണ്ട് സ്കൂളിൽ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുള്ളൂ ഇതൊക്കെ, ഇങ്ങനത്തെ സംഭവം. വിക്ടോറിയ വാട്ടർഫോള്, കെനിയയിലെ മൊസൈ മാറ, ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റണം നമ്മളെ ലൈഫിൽ. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും നമുക്ക്. ഇപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എവിടെ നിന്ന് നോക്കാം. ഇത് 3ാമത്തെ പോയിന്റ്, സൈഡ് പോയിന്റ് ഉണ്ട്, സൈഡ് വ്യൂ ആണ് നമുക്ക്. കണ്ടില്ലേ, നേരത്തെ നമ്മൾ അവിടെ നിന്ന് ഇതിന്റെ ഫ്രണ്ടിലാണ് സെക്കൻഡ് പോയിന്റ് കണ്ടത്. ഇത് സൈഡ് വ്യൂ ആണ്. ഇനി അപ്പുറത്തുണ്ട് നോക്കട്ടെ, കുറേ ഉണ്ടെന്ന് പറയുന്നുണ്ട് പോയിന്റ്സുകളൊക്കെ. ഡിപ്പെൻഡ്, നമുക്ക് എന്തോരം പോകണം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടന്നു പോകാം. ഇവിടെയൊക്കെ ഗ്രില്ല് കമ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സാധാരണ ഒരു ജസ്റ്റ് ഒരു ചങ്ങല പോലെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നു. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതിലേക്കൊന്നും ഇറങ്ങരുത്. വളരെയധികം ശ്രദ്ധിക്കുക, നിങ്ങളെ ലൈഫ് നിങ്ങളെ കയ്യിലാണ്. ഇവിടെ വലിയ ഗ്രില്ല് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും. ഇത് മറ്റൊരു പോയിന്റ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ മേത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. കാടായിട്ട് പോലും ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാടായിട്ട് പോലും വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഫുള്ളായിട്ട് കാണാം നമുക്ക്. മെയിൻ പോയിന്റാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 2-4 പോയിന്റൊക്കെ കണ്ട്, അതിന് ശേഷം മെയിൻ പോയിന്റ്. ആദ്യം നമ്മൾ സൈഡിൽ നിന്നൊക്കെയാണ് കണ്ടത്, 2-3 സൈഡിൽ നിന്നാണ് കണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ മെയിൻ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ഫ്രണ്ട് സൈഡിലാണ് ഇത്. ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഒരുപാട് ആളുകൾ നിന്ന് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. 2 വെള്ളച്ചാട്ടം ഒരുമിച്ച് കാണാം, 2 സൈഡിൽ നിന്നുള്ളത്. മറ്റവിടെ നിന്നപ്പോൾ ഇത് കാണൂലായിരുന്നു. ആദ്യം വന്നപ്പോഴേ നമ്മ ഇതാണ് കണ്ടത്, ഇതിൻ്റെ സൈഡ്. പിന്നെ അത് കണ്ട്
പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അറ്റത്ത് അവിടെ കണ്ട ഏറ്റവും ആ ഭാഗം ഇങ്ങനെ ഒഴുകി വരുന്ന രംഗങ്ങളുണ്ട്. ഇത് മെയിനാണ് കേട്ടോ, ഫ്രണ്ട് എന്ന് തന്നെ പറയാം ഇതിൻ്റെ. ഇവിടെ റെയിൻകോട്ട് വേണം. ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടില്ല. ഇവിടെ ഉള്ളിൽ നിന്ന് കിടക്കുമ്പോൾ റെയിൻകോട്ട് അവിടെ തന്നെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ ബാഗിൽ കുട വെച്ചിട്ടുണ്ട്, വല്ല മഴ പെയ്യണമെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ മഴ പോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ എത്രത്തോളം വെള്ളം വരുന്നുണ്ടെന്ന് നോക്കിയാൽ. ക്യാമറാമ വെള്ളം വീഴുന്നുണ്ട്. ഇത് ഡിഫറെൻറ്റ് പോയിന്റിൽ നമുക്കിന്ന് കാണാം. 1, 2 ഒന്നല്ല കേട്ടോ, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ നിന്നിട്ട് ഡിഫറെൻറ്റ് ആംഗിളിൽ കാണാം. ഇവിടെ നിന്നിട്ട് നമുക്ക് എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, എനിക്കത് ക്യാമറയിൽ ഫുള്ള് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വെള്ളം താഴെ വന്നിട്ട് ശക്തമായി വന്നതിന് ശേഷം അടിച്ചിട്ട് അത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാറി വന്നിട്ട് ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് മഴ പോലെ പെയ്യാണ്. അടിപൊളി. ജീവിതത്തിൽ ഈ ഒരു കാഴ്ച കാണാൻ എന്തായാലും വരണം, വരാതിരിക്കാതെ നഷ്ടം തന്നെയാണ്. ഹോട്ടലിൽ നിന്നേ ഞാൻ എൻ്റെ ടവല് കൊണ്ടുവരാൻ മറന്നുപോയി. ഇവിടെയൊക്കെ നല്ല വെള്ളം വീഴുന്നുണ്ട് മുഖത്തേക്കൊക്കെ. ഗ്ലാസ്സൊക്കെ തുടക്കാനായിട്ട് ഇനിയിപ്പോൾ ടവലില്ല. ഗ്ലാസ്സുമൊക്കെ വെള്ളം അയക്കുന്നുണ്ട്. കണ്ടില്ലേ വെള്ളം ഫുള്ള് വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട്. അടിപൊളി, നല്ല കാഴ്ചകൾ. നമ്മേ ആദ്യം കണ്ടതൊക്കെ ആ ഏരിയ എന്നാണ് കണ്ടത്. ആ ഏരിയയിലത്തെ വെള്ളച്ചാട്ടമൊക്കെ അവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ വന്നിട്ടാണ് ഈ ഒരു പോയിന്റിലെത്തിയത് കേട്ടോ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഓരോരോ ഏരിയയിൽ ചെല്ലുമ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ. ഇത് ഒന്നും കൂടിയും വലുപ്പത്തിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ നീളത്തിൽ കിടക്കുന്നത് കണ്ടില്ലേ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കണം കേട്ടാ. അങ്ങ് പോവുകയാണ് നീളത്തിൽ. മഴ കുട കോപ്പിക്കുട നാട്ടിൽ നിന്ന് വാങ്ങിയ കുടയാണ്. കുടയില്ലാതെ ഒരു രക്ഷയില്ല കേട്ടാ. ഇവിടെ നനഞ്ഞ് ചെയ്യും. ചില ആംഗിളിലൊന്നും നമുക്ക് കുട വേണ്ട, പക്ഷേ കൂടുതലും അടുത്തേക്ക് വരുമ്പോൾ കുടയില്ലാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ റെയിൻകോട്ട് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ കരുതണം കേട്ടോ. കുട അല്ലെങ്കിൽ റെയിൻകോട്ടും കുടയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും, പക്ഷേ എക്സ്പെൻസീവാണ്. വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇവിടുത്തെ എൻട്രൻസിൽ നിന്ന് വാങ്ങുമ്പോഴേ ഭയങ്കര റേറ്റ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് അവിടെ നിന്ന് കൊണ്ടുവരാൻ നോക്കാം. പുറത്ത് കാണുന്ന രാജ്യം എന്ന് പറയുന്നത് സാംബിയ ഉണ്ട്. സാംബിയ ഓക്കെ, അവിടേക്കാണ് നമുക്ക് എൻട്രി ഉള്ളത്. അവിടെ കുറച്ച് ആൾക്കാർ കുടിക്കുന്നുണ്ട് കേട്ടാ. അതിൻ്റെ മേലെ അതിനെ പറയുന്നതാണ് ഡെവിൾ പൂൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പ്രാന്ത്. അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. വളരെ ഡേഞ്ചറാണ്. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെ ഇതായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് മരങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ടൂർ ഗൈഡ് വന്നു കഴിഞ്ഞാൽ ഓരോ മരത്തിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഇതേ കണ്ടില്ല, ആൾക്കാർ വീണ് കിടക്കുന്ന ഒരു മരം, അതിൽ നിന്ന് ഫോട്ടോ എടുക്കണണ്ടില്ലേ ഒരാൾ. വെരി നൈസ്. അപ്പോൾ വിക്ടോറിയ വാട്ടർഫാളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്കിലും ഉണ്ട് കേട്ടോ. ടിക്ടോക്കിലൊക്കെ ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ വരും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ.